ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഗോതമ്പ് പൊടി കൊണ്ട് എളുപ്പത്തിലൊരു നെയ്യപ്പം. ഇങ്ങനെയൊരു നെയ്യപ്പം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലേ പെട്ടെന്ന് വായോ. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നെയ്യപ്പം ഉണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട കാണണേ. ഈ ഒരു ഗോതമ്പ് പൊടി നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കുറച്ച് ഗോതമ്പ് പൊടിയും തേങ്ങാക്കൊത്തും ശർക്കരയും നെയ്യും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ആവശ്യമുണ്ട്. ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ ആയിട്ടേ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒന്ന് ഓണാക്കി കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലേ ഇത് നെയ്യിൽ വറുത്തെടുത്താലും മതിയേ. ചൂടായി വരുന്ന സമയത്തെ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വറുത്തെടുത്ത തേങ്ങാക്കൊത്തെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ കുറച്ച് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരപ്പാനി തിളപ്പിക്കുമ്പോഴേ ഒരു നൂൽ പരുവം അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നാൽ മതിയാകും. ശർക്കര എടുക്കുമ്പോഴേ അതിൽ മാലിന്യങ്ങളുള്ളതാണെങ്കിലേ അരിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതേ ചൂടോടെ തന്നെ ഇത് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ശർക്കരപ്പാനി ഒഴിക്കുമ്പോഴാണ് നമ്മുടെ നെയ്യപ്പം ആ കറക്റ്റ് സൈസിൽ പൊങ്ങി വരിക. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യപ്പം ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടേ ഞാനിതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സമയമെടുത്ത് തന്നെ സാവധാനം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം അതിൻ്റെ അളവ് കൂടാണ്ട് നോക്കണം കേട്ടോ. വളരെ കുറച്ച് മാത്രം ഇതിൽ ചേർത്താൽ മതിയാകും. എല്ലാം ചേർത്തതിന് ശേഷം മാവ് ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ യോജിപ്പിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെയാണ്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേ നെയ്യപ്പത്തിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഈ ഒരു മിക്സ് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ. ഞാനിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ്. ഈ ഒരു നെയ്യപ്പം ചുട്ടെടുക്കാനേ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഒരു കരണ്ടിയിലാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് കൊണ്ടേ കുറച്ച് വെളിച്ചെണ്ണ നെയ്യപ്പത്തിൻ്റെ മുകളിലേക്ക് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. അതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്നൊന്ന് വെന്ത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ടേ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേ ഇത് കോരി മാറ്റാം. നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗോതമ്പ് നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അല്ലേ? മഴയൊക്കെയുള്ള വൈകുന്നേരങ്ങളിലെ ഇതുപോലൊരു നെയ്യപ്പം ഉണ്ടാക്കി കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? അരിപ്പൊടിയൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു നെയ്യപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ബാക്കിയുള്ള മാവും കൂടി ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നെയ്യപ്പം ചുട്ടെടുക്കുകയാണ്. രുചിയിൽ കേമനായ ഈ ഒരു ഗോതമ്പ് നെയ്യപ്പത്തിന് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഗോതമ്പ് നെയ്യപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി ചായയുടെ പലഹാരമായിട്ടും ഒക്കെ കഴിക്കാം. കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കട്ടെ. നമ്മളുടെ ചാനൽ 30K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്ത നിങ്ങളോട് എല്ലാവരോടും സ്നേഹം മാത്രം.
ഞാനിതൊന്ന് മുറിച്ച് കാണിക്കുകയാണേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കണേന്ന്. ഗോതമ്പ് നെയ്യപ്പവും കൂട്ടിയിട്ട് ഞാനും മക്കളും കൂടെ ചായ കുടിക്കാൻ പോവുകയാണേ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.